കർത്താവ് യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യോസേഫിൻ്റെ വാഗ്ദത്തം കേട്ട യാക്കോബ് അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു. പക്ഷേ യോസേഫിൻ്റെ വ്യാജ മരണ വാർത്ത കേട്ടപ്പോൾ യാക്കോബ് പറയുന്നൊരു കാര്യമുണ്ട്: ഞാൻ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് എൻ്റെ മകൻ്റെ അടുക്കൽ ഇറങ്ങും. അതേ പ്രിയമുള്ളവരെ, പലപ്പോഴും പലരും ഇങ്ങനെയാണ്. വാഗ്ദത്തം കേട്ടവരാണ്, കേട്ട വാഗ്ദത്തങ്ങൾ പ്രാപിച്ചവരാണ്, വാഗ്ദത്തങ്ങൾ പ്രാപിക്കാൻ കാത്തിരിക്കുന്നവരാണ്. പക്ഷേ ചില സാഹചര്യങ്ങളും ചില വാക്കുകളും ഹൃദയങ്ങളെ മുറിവേൽപ്പിക്കുവാനും ക്ഷീണിപ്പിച്ച് കളയാനും സാധ്യതയുണ്ട്. പക്ഷേ വിശുദ്ധ വേദപുസ്തകം പറയുന്നു, യോസേഫ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ യാക്കോബിന് വീണ്ടും ചൈതന്യം വന്നു എന്ന്. അതേ പ്രിയമുള്ളവരെ, മാനുഷിക വാക്കുകൾക്ക് അല്പസമയത്തേക്ക് ഒരുപക്ഷെ നിങ്ങളുടെ ഹൃദയത്തെ ക്ഷീണിപ്പിക്കാൻ കഴിയുമായിരിക്കും. പക്ഷേ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിനെ ഒരിക്കലും തടഞ്ഞു വയ്ക്കുവാനോ അതിനെ മുറിവേൽപ്പിക്കുവാനോ അതിനെ ക്ഷീണിപ്പിക്കുവാനോ കഴിയുകയില്ല. വിളിച്ച ദൈവം വിശ്വസ്തൻ. നിങ്ങൾ കേട്ട വാഗ്ദത്തം നിങ്ങളുടെ കരങ്ങളിലേക്ക് തക്ക സമയത്ത് തന്നെ എത്തും. വിശ്വസിക്കുക, ദൈവം സഹായിക്കും. ഗോഡ് ബ്ലെസ് യു.